നമ്മൾ പലരും ഡയബറ്റീസ്, എനിക്കും ഡയബറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ ഡയബറ്റീസ് പൂർണ്ണമായിട്ടും മാറി, ഡയബറ്റീസ് റിവേഴ്സൽ പ്രോഗ്രാമിലൂടെ. ഇപ്പോൾ ഇത് ഒരു 10 വർഷത്തോളം റൂറൽ ഏരിയാസിൽ ക്ലിനിക്കിലിട്ട് ട്രയൽ ആൻഡ് എറർ മെത്തഡിലൂടെ എന്താണ് ഡയബറ്റീസ് വന്നാൽ കഴിക്കേണ്ടത്, എങ്ങനെ കഴിക്കണം, എന്താണ് എക്സസൈസ് ചെയ്യേണ്ടത്, എത്ര ചെയ്യണം, ഇതിനെക്കുറിച്ചൊക്കെ ശരിയായ ധാരണ വന്ന് അത് പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് ഡയബറ്റീസ് പൂർണ്ണമായും മാറി. ഇപ്പോൾ എനിക്ക് ഡയബറ്റീസ് ഇല്ല, എല്ലാം ആഹാരവും കഴിക്കും, മധുരം കഴിക്കും, ഒരു കുഴപ്പമില്ല. അപ്പം നമ്മൾ ആ സമയത്ത്, അതായത് എൻ്റെ അച്ഛന് ഡയബറ്റീസ് ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം മധുരം കഴിക്കില്ലായിരുന്നു, പഞ്ചസാര കഴിക്കില്ലായിരുന്നു. ആജീവാനന്ദം പഞ്ചസാര കഴിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ ധാരാളം മധുരം കഴിക്കുന്നുണ്ട്. ലഡു, ജിലേബി, അലുവ എല്ലാം കഴിക്കുന്നുണ്ട്. ചായയിൽ, കട്ടൻ ചായയിൽ പഞ്ചസാര ഇട്ട് കുടിക്കുന്നുണ്ട്. ഒരു കുഴപ്പവുമില്ല. ബ്ലഡ് ഷുഗർ ലെവൽസ് എല്ലാം നോർമലാണ്. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് സാധിക്കുന്നു? ഇനിയുള്ള ശിഷ്ടകാലവും എനിക്ക് നന്നായിട്ട് മധുരം കഴിക്കാൻ പറ്റും. അപ്പം എൻ്റെ അച്ഛൻ ഡയബറ്റീസ് ഉണ്ടായിരുന്നപ്പോൾ എല്ലാ ദിവസവും രാവിലെ പാവയ്ക്ക ജ്യൂസ് കുടിക്കുമായിരുന്നു. അങ്ങനെ പല സാധനങ്ങളും കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത്. പക്ഷേ എന്നിട്ടൊന്നും ഡയബറ്റീസ് പൂർണ്ണമായി മാറ്റാനോ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരുന്നതിനെ തടയാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഈ റൂറൽ ഏരിയകളിൽ പോയി സാറ്റലൈറ്റ് ക്ലിനിക്കുകളിട്ട് ശരിയായ രീതിയിൽ 8 കൊല്ലം അല്ലെ 10 കൊല്ലത്തോളം പഠനം നടത്തി, ട്രയൽ ആൻഡ് എറർ നടത്തി. ശരിക്കും ഡയബറ്റീസ് ഡയറ്റ് എന്ന് പറയുന്ന സാധനം ഇല്ല. ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ ഡയറ്റുകളാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. അതേപോലെ എക്സസൈസുകളും വ്യത്യസ്തമാണ്. അപ്പോൾ ഇതിനൊക്കെ ചില ക്രമങ്ങളുണ്ട്, രീതികളുണ്ട്. ചെയ്യാൻ പറ്റുന്നത് മാത്രം ചെയ്താൽ മതിയാവും. അനാവശ്യമായ ഒരുപാട് റെസ്ട്രിക്ഷൻസോ ഡയറ്റ് റെസ്ട്രിക്ഷൻസോ അനാവശ്യമായ ഒരുപാട് വർക്കൗട്ട്സിൻ്റെ ആവശ്യമില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ ആവശ്യമില്ലാത്ത ചില ഈ പാവയ്ക്ക ജ്യൂസ് പോലെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ല. ഡയബറ്റീസ് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രീ ഡയബറ്റിക് ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റീസ് രോഗമുണ്ടെങ്കിലോ പാവയ്ക്ക നീര് കൊണ്ടും നിങ്ങൾക്ക് ഡയബറ്റീസ് മാറ്റാൻ പറ്റില്ല. ചിലപ്പോൾ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ അത് ആജീവാനന്ദം കഴിക്കേണ്ടി വരും, വലിയ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് നന്നായി മധുരം കഴിക്കാം, നിങ്ങൾക്ക് സാധാരണ ആൾക്കാരെ പോലെ ജീവിക്കാം, എല്ലാ രീതിയിലുള്ള ഡയബറ്റിക് കോംപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. നിങ്ങൾ കുറച്ച് മാസങ്ങൾ കൊണ്ട് ഡയബറ്റീസ് റിവേഴ്സൽ പ്രോഗ്രാമിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡയബറ്റീസ് പൂർണ്ണമായി മാറ്റാൻ കഴിയും. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഒക്കെ വിവരം അറിയിക്കുക. നന്ദി, നമസ്കാരം.